നമസ്കാരം. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. മുൻ ഡീൻ എം.കെ. നാരായണൻ, മുൻ അസിസ്റ്റന്റ് വാർഡൻ പ്രൊഫസർ കാന്തനാഥൻ എന്നിവർക്ക് ജാഗ്രതക്കുറവുണ്ടായി എന്നാണ് കണ്ടെത്തൽ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് കൈമാറിയത്. സംഭവത്തിൽ എം.കെ. നാരായണൻ എന്ന മുൻ ഡീൻ കൃത്യമായി ഇടപെട്ടില്ല. കാന്തനാഥൻ ഹോസ്റ്റലിൽ ഒന്നും ശ്രദ്ധിച്ചില്ല. വിദ്യാർത്ഥികളുമായി ഒരു ബന്ധവുമില്ലായിരുന്നു എന്നാണ് അന്വേഷണ കമ്മീഷന്റെ വിമർശനം. ഇരുവരും നിലവിൽ സസ്പെൻഷനിലാണ്. സമാന സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടും അറിയാത്തത് അസിസ്റ്റന്റ് വാർഡന്റെ ജാഗ്രതക്കുറവാണെന്നും കണ്ടെത്തലുണ്ട്. വെറ്റിനറി സർവകലാശാല VC നിയമിച്ചത് 3 അംഗ കമ്മീഷനെയാണ്. മാർച്ച് 6-നാണ് കമ്മീഷനെ നിയോഗിച്ചത്. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു VCയുടെ നിർദ്ദേശം. കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 16-ാം തീയതി രാത്രി കോളേജ് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ചതായിട്ടാണ് സൂചന. വയറ്റിൽ ചവിട്ടുകയും നെഞ്ചിൽ ഇടിക്കുകയും ചെയ്തു. 2 ബെൽറ്റ് പൊട്ടും വരെ അടിച്ചു. മർദ്ദനശേഷം മുറിയിൽ പൂട്ടിയിട്ട് നിരീക്ഷിച്ചു. വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാവില്ലെന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി. അടുത്ത ദിവസവും മർദ്ദനം തുടർന്നു. കൂട്ടുകാർക്ക് മുന്നിൽ ഇട്ടുള്ള മർദ്ദനത്തോടെ സിദ്ധാർത്ഥൻ മാനസികമായി ആകെ തകർന്നു എന്നായിരുന്നു വിവരം. ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അറസ്റ്റിലായ 19 പ്രതികൾക്കും നേരത്തെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിൽ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ വളരെ വേദനയോടെയാണ് അന്ന് പ്രതികരിച്ചത്. മകൻ മരിച്ചപ്പോൾ അനുഭവിച്ച അതേ ദുഃഖമാണ് വിധി വന്നപ്പോൾ ഉണ്ടായത് എന്നും വിധി നിരാശാജനകമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു. CBIക്ക് കൊടുക്കേണ്ട കേസ് സർക്കാർ വൈകിപ്പിച്ചു. CPM നേതാവാണ് പ്രതികളെ കീഴടങ്ങാൻ സഹായിച്ചത്. ഇതിൽ തന്നെ സർക്കാരിൻ്റെ പങ്ക് വ്യക്തമാണ്. തെളിവ് നശിപ്പിച്ചത് ആഭ്യന്തര വകുപ്പാണ്. അതുകൊണ്ട് കോടതിക്ക് വേണ്ടവിധം തെളിവ് ലഭിച്ചില്ലെന്നും ജയപ്രകാശ് വ്യക്തമാക്കിയിരുന്നു. SFI നേതാക്കൾ തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നറിഞ്ഞപ്പോഴാണ് സർക്കാർ കേസ് വൈകിപ്പിച്ചത്. അതുവരെ കേസ് നല്ല രീതിയിലാണ് പോയിരുന്നത് എന്നും ജയപ്രകാശ് ആരോപിച്ചിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് ജാമ്യം കൊടുത്തത് എന്നറിയില്ല. ജാമ്യം നൽകിയതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും. പ്രതികളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കോടതി മാത്രമല്ല, ദൈവവും ഉണ്ടല്ലോ എന്നും നിയമപരമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുമെന്നും സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞിരുന്നു. 19 പേർക്ക് ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സാക്ഷിമൊഴികൾ നിർണായകമാണെന്നും പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് CBI വാദിച്ചെങ്കിലും കോടതി ഇത് തള്ളുകയായിരുന്നു. കർശന ഉപാധികളോടെ 19 പ്രതികൾക്കാണ് കോടതി ജാമ്യം നൽകിയത്. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും വിചാരണ പൂർത്തിയാകും വരെ സംസ്ഥാനം വിടരുതെന്നും ജാമ്യ വിധിയിൽ പറയുന്നു. കേസ് അവസാനിക്കുന്നതുവരെ പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, സംസ്ഥാനം വിട്ടുപോകരുത്, പാസ്പോർട്ടുകൾ ഉടൻ തന്നെ സമർപ്പിക്കണം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയെന്നും കസ്റ്റഡി ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ ജാമ്യാപേക്ഷ നൽകിയത്. വിദ്യാർത്ഥികളാണെന്നും തുടർ പഠനത്തിന് അവസരമൊരുക്കണമെന്നും പ്രതികൾ ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നു. സിദ്ധാർത്ഥ് ക്രൂരമായ റാഗിങ്ങിനും കൊടിയ മർദ്ദനത്തിനും ഇരയായെന്ന് CBIയുടെ അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.